ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ കൺമണിക്ക് പുതിയൊരു ക്യാബിൻ അലോട്ട് ചെയ്തു എന്ന് മാനസ അറിയുന്നു. മാനസ എന്നിട്ട് കൺമണിയെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നിനക്കാരാ ക്യാബിൻ അലോട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയുകയാണ് ക്രിഷ് സാറാണെന്ന്. അപ്പോൾ മാനസ പറയുകയാണ്, ക്രിഷ് സാറോ, MD അങ്ങനെ വേണം, നിൻ്റെ മടിയിലിരുത്തിയിട്ടാണോ ക്രിഷ് സാർ എന്ന് പേരിട്ടത്? ഇനിയിപ്പോൾ MD ഇരിക്കാൻ പറഞ്ഞാൽ നീ എവിടെയും കയറി അങ്ങ് ഇരിക്കുമോ? ഒരു പ്രത്യേക ക്യാബിൻ വേണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ സമ്മതിക്കണം, എന്നോട് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. ഒരു ഡിസൈനർക്ക് ഒരു പ്രത്യേക ക്യാബിൻ നീ മനസ്സ് വെച്ചാൽ ചിലപ്പോൾ ഈ ക്യാബിനല്ല, ഈ കമ്പനി തന്നെ എഴുതി വാങ്ങിച്ചേക്കാം എന്ന് മാനസ പറയുമ്പോൾ കൺമണി പറയാണ്, മാഡം സൂക്ഷിച്ച് സംസാരിക്കണം, ആവശ്യമില്ലാത്തതൊന്നും പറയരുത് എന്ന് പറയുമ്പോൾ മാനസ പറയുകയാണ്, ഞാൻ ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞിട്ടില്ല, നിനക്ക് ആവശ്യമില്ലാത്തതെല്ലാം ചെയ്യാൻ പറയാം, അതിനൊന്നൊരു കുഴപ്പമില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിനക്കത് ക്ഷീണമായി പോവും അല്ലേ? ഒരു കാര്യം ചെയ്യേ, കസേരയിൽ സ്വർണം കൂടി പൂശിത്തരാൻ പറ, മയൂര സിംഹാസനം പോലെ നിനക്ക് അതിൽ ഇരിക്കാമല്ലോ. MD ആയിട്ടുള്ള അടുപ്പൊക്കെ അങ്ങോട്ട് കയ്യിൽ വെച്ചാൽ മതി. നിന്നേക്കാൾ മുന്നേ MDയോട് അടുത്തത് ഞാനാണ്, സീനിയോറിറ്റി എനിക്കാണ്. MDയുടെ മേലെ നിനക്ക് എന്തെങ്കിലും ഒരു പിടുത്തുണ്ടെങ്കിലേ ആ പിടുത്തം എങ്ങനെ ഇല്ലാതാക്കാമെന്ന് എനിക്ക് അറിയാമെന്ന് മാനസ കൺമണിയോട് പറയുന്ന സമയത്ത് അവിടേക്ക് ഇതെല്ലാം കേട്ടുകൊണ്ട് കൃഷി വരികയാണ്. കൃഷി വന്ന് മാനസയോട് പറയുകയാണ്, എന്നാൽ അതൊന്ന് വെടിവെച്ച് മാനസ, കൊള്ളാം, കഥാപ്രസംഗങ്ങളെല്ലാം ഞാൻ നിന്ന് കേൾക്കുകയായിരുന്നു. നീ എന്താ മാനസ പറഞ്ഞ് MDയുടെ മേലെ സീനിയോറിറ്റി നിനക്കാണെന്നോ? നീ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്, അലികയിൽ സീനിയോറിറ്റിക്കല്ല കഴിവിനാണ് മാനദണ്ഡം. ഒരു ഡിസൈൻ കൺമണിക്ക് സ്വന്തമായി വരയ്ക്കാൻ കഴിയും, പക്ഷേ മാനസയ്ക്ക് അത് വേറൊരാൾ വരച്ചു തരണം. കൺമണി GMന്റെ കീഴിലായതുകൊണ്ടല്ലേ നിന്റെ ഈ അധികാരമെടുക്കൽ? എന്നാൽ ഇന്നു മുതൽ അത് മാറുകയാണ്. കൺമണി ദേവ്സാറിൻ്റെയും MDയുടെയും നിയന്ത്രണത്തിലായിരിക്കും ഇനി വർക്ക് ചെയ്യുന്നത് എന്ന് മാനസയോട് പറയുമ്പോൾ മാനസ ആകെ ഷോക്കാവുകയാണ്. പിന്നീട് കൃഷി കൺമണിയോട് പറയുകയാണ്, കൺമണി നിനക്ക് എന്തെങ്കിലും വർക്കിൻ്റെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിച്ചാൽ മതി, അരമണിക്കൂറിനുള്ളിൽ തന്നെ മെയിലിൽ റിപ്പോർട്ട് കിട്ടുമെന്ന് പറയുന്നു. അതിനുശേഷം കൃഷി മാനസയോട് പറയുകയാണ്, നീ പറയുന്നത് കേട്ടോ, MDയെ സ്വാധീനിച്ച അലിക വരെ എഴുതി കിട്ടുമെന്ന്. എന്നാ നീ കേട്ടോ, വൈകാതെ തന്നെ അലിക ഞാൻ കൺമണിയുടെ പേരിൽ എഴുതി കൊടുക്കും. എന്താ നിനക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം എൻ്റെ ക്യാബിനിൽ വെച്ചിട്ട് നീ കൺമണിയെ അപമാനിച്ചു വിട്ടു. അന്നു മുതൽ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ഇങ്ങനൊരു അവസരത്തിന് വേണ്ടിയിട്ട്, അതും കൺമണിക്ക് വേണ്ടിയിട്ട്. കൺമണി, അന്നത്തെ ആ ദുഃഖം ഞാൻ മാറ്റിയിരിക്കുന്നു. പിന്നീട് കൃഷി മാനസയോട് പറയുകയാണ്, പിന്നെ മാനസ, നീയൊരു GM ആണ്, ആ പദവിയുടെ കൃത്യതയും മാന്യതയൊക്കെ നഷ്ടപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ, അല്ല ദുരുപയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കമ്പനിക്ക് പുറത്തായിരിക്കും നിന്റെ സ്ഥാനം. ബന്ധവും പരിചയമൊന്നും ഞാൻ നോക്കില്ല, കീഴ്ജീവനക്കാരോട് അധികാരം കാണിക്കുന്നു, അതുപോലെ തന്നെ അവരോട് അടുപ്പവും കാണിക്കണം, എന്നാൽ മാത്രമാണ് സ്ഥാനത്തിന് വില കിട്ടൂ, ബഹുമാനവും തരൂ എന്ന് കൃഷി മാനസയോട് പറഞ്ഞ് കൺമണി വായോ എന്ന് പറഞ്ഞിട്ട് കൺമണിയുടെ കൈയും പിടിച്ചിട്ട് ക്യാബിനിലേക്ക് പോവുകയാണ് കൃഷി. മാനസയ്ക്കാണെങ്കിൽ എല്ലാ സ്റ്റാഫുകളുടെയും മുന്നിൽ വെച്ചിട്ട് അവളെ അധിക്ഷേപിച്ചതിൽ നാണക്കേടാവുകയാണ്. അതിനുശേഷം ആൻറ്റിയമ്മ പുറത്തു പോവാൻ നിൽക്കുമ്പോഴാണ് മാനസ ആൻറ്റിയമ്മയെ വിളിക്കുന്നത്. എന്നിട്ട് മാനസ ഓഫീസിൽ നടന്ന എല്ലാ കാര്യങ്ങളും ആൻറ്റിയമ്മയോട് പറയുകയാണ്. മാനസ ആൻറ്റിയമ്മയോട് പറയുകയാണ്, ആൻറ്റിയമ്മ എന്താ എന്നോട് പറഞ്ഞത്? കൃഷിനോടെല്ലാം സംസാരിച്ചോളാം, കൃഷിൻ്റെയും എൻ്റെയും വിവാഹം എത്രയും പെട്ടെന്ന് നടത്താമെന്നൊക്കെയല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? ഇവിടെ കൃഷി കൺമണിയെ ഓഫീസിലെ രാജ്ഞിയായിട്ട് അങ്ങോട്ട് വാഴിക്കാൻ പോവുകയാണ്. തമ്പുരാട്ടിക്ക് പുതിയ പദവിയും ക്യാബിനും ഒക്കെയാണ്, എനിക്ക് അവളുടെ മേലെ ഒരു അധികാരവുമില്ല. ഇതിപ്പോൾ അലികയുടെ ഓഫീസല്ല, എനിക്ക് അവരുടെ ഹണിമൂൺ റിസോർട്ടായിട്ടാണ് തോന്നുന്നത് ആൻറ്റിയമ്മയെ. സ്റ്റാഫുകളുടെ മുന്നിൽ വെച്ചിട്ട് എന്നെ പരസ്യമായിട്ടാണ് കൃഷി ആക്ഷേപിച്ചത്, എൻ്റെ വില തന്നെ പോയി എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, നിൻ്റെ വില നിൻ്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. കൺമണിയെ പുകഴ്ത്തിയ ആ നാവ് കൊണ്ട് തന്നെ കൃഷി അവളെ ആക്ഷേപിക്കണം, അവളെ അവിടുന്ന് പുറത്താക്കണം, എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളെ നാണം കെടണം. അതിനു വേണ്ടിയിട്ടുള്ള പ്ലാനുകളാണ് ഞാൻ നടത്തുന്നത്. കൃപയുടെ ചികിത്സ കഴിഞ്ഞ് അവർ ജർമ്മനിയിൽ നിന്നും എത്തിയാൽ നിങ്ങളുടെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനമുണ്ടാക്കും, അതുവരെ നീയൊന്ന് ക്ഷമിക്കേ.
എന്ന് ആൻറ്റിയമ്മ പറയുമ്പോൾ മാനസ പറയുകയാണ്, കൃഷിനെ എനിക്ക് വിവാഹം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും ആൻറ്റിയമ്മ എന്ന് പറയുമ്പോൾ ആൻറ്റിയമ്മ പറയുകയാണ്, നീയല്ല ആത്മഹത്യ ചെയ്യുക, എനിക്ക് കൃഷിനെ നിനക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെയായിരിക്കും ആത്മഹത്യ ചെയ്യുക. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നിനക്ക് ഞാൻ കൃഷിനെ തന്നിരിക്കും, നീയൊന്ന് വെയിറ്റ് ചെയ്യേ, കുറച്ച് ക്ഷമിക്കേ, എന്തായാലും നമുക്ക് വഴിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിയമ്മ ഫോണ് കട്ട് ചെയ്യണം. അപ്പോഴാണ് അവിടേക്ക് സുമിത്ര പറഞ്ഞയച്ച അഡ്വക്കേറ്റ് ഷൺമുഖദാസ് എത്തുന്നത്. അദ്ദേഹം വന്ന് ആൻറ്റിയമ്മയോട് സാഗറില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആൻറ്റിയമ്മ ആരാ എന്ന് ചോദിക്കുമ്പോൾ അഡ്വക്കേറ്റ് പറയാണ്, ഞാൻ സാഗറിൻ്റെ ഒരു ഫ്രണ്ടാണ് ഷൺമുഖദാസ്, എനിക്ക് സാഗറിനെ ഒന്ന് കാണണമായിരുന്നു, ഞാൻ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് ഷൺമുഖദാസ് ഉള്ളിലേക്ക് സാഗറിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് സുജാതയും സാഗറും വരികയാണ്. അവരോട് ഷൺമുഖദാസ് പറയാണ്, ഞാൻ അഡ്വക്കേറ്റ് ഷൺമുഖദാസ് എന്ന് പറയുമ്പോൾ സാഗർ പറയാണ്, അറിയാം, ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട്, ക്രിമിനൽ കേസുകളൊക്കെ ബാധിക്കുന്ന ആളല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതേ എന്നൊക്കെ പറയുകയാണ് അഡ്വക്കേറ്റ് ഷൺമുഖദാസ്. പിന്നീട് അഡ്വക്കേറ്റ് സാഗറിനോടും സുജാതയോടും പറയുകയാണ്, നിങ്ങൾക്ക് 2 മക്കളല്ലേ, മൂത്ത ഒരാളുണ്ടായിരുന്നില്ലേ, ആ കുട്ടിക്ക് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുകയാണ്, ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചു എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് ഷൺമുഖദാസ് പറയുകയാണ്, എങ്ങനെ മരിച്ചു, അതിന് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സുജാത പറയുകയാണ്, അതൊന്നുമില്ല, ജനിച്ചപ്പോഴേ മരിച്ച കുട്ടിയല്ലേ, ഹോസ്പിറ്റലിൽ അതിൻ്റെ റെക്കോർഡ്സൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റ് പറയുകയാണ്, ഞാൻ ഹോസ്പിറ്റലിലെല്ലാം അന്വേഷിച്ചു, പക്ഷെ അവർക്കൊന്നും ഇതേക്കുറിച്ച് ഒരു അറിവുമില്ല, നിങ്ങൾക്ക് എന്തായാലും ജർമ്മനിയിലേക്ക് പോകാൻ പറ്റില്ല, പോവുകയാണെങ്കിൽ തന്നെ 15 ദിവസത്തിനകം നിങ്ങൾ നാട്ടിലെത്തിയിരിക്കണം, ആ ചോരക്കുഞ്ഞിന് എന്തു പറ്റിയെന്ന് തെളിയിക്കണം, നിങ്ങൾ വിറ്റോ അത് ആ കുഞ്ഞിനെ കൊന്നോ എന്ന് അന്വേഷിച്ചറിയണം, അതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഷൺമുഖദാസ് പോവുകയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു ആൻറ്റിയമ്മ. പോകുന്ന സമയത്ത് ആൻറ്റിയമ്മയോട് ഷൺമുഖദാസ് പോയിട്ട് വരാം ആൻറ്റിയമ്മ എന്ന് പറയുന്നുണ്ട്. ആൻറ്റിയമ്മയ്ക്കാണെങ്കിൽ അപ്പോൾ അയാളോട് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അതിനുശേഷം കൃഷി ഓഫീസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് കൺമണി എത്തുന്നത്. കൺമണി വന്നിട്ട് കൃഷിനോട് പറയുന്നുണ്ട്, സാർ, ഞാൻ നേരത്തെ സംഭവങ്ങളെല്ലാം ആലോചിക്കുകയായിരുന്നു, മാനസ മേഡത്തെ അവിടെ വെച്ച് എല്ലാവരുടെ മുന്നിൽ ആക്ഷേപിച്ചത് എനിക്കെന്തോ വല്ലാത്ത പ്രയാസം തോന്നുന്നു, മാനസ മേഡത്തിന് അത് വല്ലാത്ത വിഷമമായിട്ടുണ്ടാവും, സാറ് ഇത്രയൊന്നും പറഞ്ഞിട്ട് മാനസ മേഡത്തെ വിഷമിപ്പിക്കണ്ടായിരുന്നു, എന്തായാലും അവരൊരു സ്ത്രീയല്ലേ, സാറ് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ മാനസ മേഡത്തിന് ഒരുപാട് ഷോക്കായിട്ടുണ്ടാവുമെന്ന് കൺമണി പറയുമ്പോൾ കൃഷി പറയുകയാണ്, ഷോക്കാവണമല്ലോ, നിൻ്റെ മുന്നിൽ എൻ്റെ മടിയിൽ അവൾ കയറിയിരുന്നപ്പോൾ നീ ഷോക്കായില്ലേ, അതുപോലെ തന്നെയാണ് ഇതും, ഞാൻ അവൾക്ക് തിരിച്ചൊരു പണി കൊടുത്തന്നേ ഉള്ളൂ, അതൊന്നും സാരല്ല, നീ പോയി എന്തായാലും ജോലി ചെയ്യേ എന്ന് കൃഷി കൺമണിയോട് പറയുകയാണ്. അപ്പോൾ കൺമണി പറയാണ്, എനിക്കെന്തോ ജോലി ചെയ്യാൻ തോന്നുന്നില്ല സാർ, ഒരു പ്രയാസം തോന്നുന്നു. മാനസ മേഡത്തെ അപ്പോൾ അവിടെ കണ്ടപ്പോൾ വെളറി വെളുത്ത് ആകപ്പാടെ എന്തോ പോലെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ്, നിനക്ക് ക്യാബിൻ തന്നപ്പോൾ മാനസിയുടെ പ്രതികരണം എങ്ങനെയാണെങ്കിൽ നിന്നെ ഞാൻ താലി കെട്ടി എന്നറിയുമ്പോൾ അവൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്. കൺമണി ഇതാലോചിച്ച് വിഷമിക്കേണ്ട, താൻ പോയി നല്ല ഡിസൈൻസ് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ കൺമണി പറയുകയാണ്, സാർ, നല്ല ഡിസൈൻസ് ഉണ്ടാവണമെങ്കിൽ മനസ്സ് ശരിയാവണം, എൻ്റെ മനസ്സ് ഇപ്പോൾ ഒട്ടും ഓക്കെ അല്ല എന്ന് കൺമണി കൃഷിനോട് പറയുന്നു. അപ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുകയാണ്, ശരി, ഇനിയിപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, സാർ മാനസ മേഡത്തോട് എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമ പറയണം, എങ്കിലേ എനിക്ക് സമാധാനമാവൂ എന്ന് പറയുമ്പോൾ കൃഷി പറയുകയാണ്, എൻ്റെ ഹരിശ്ചന്ദ്ര കൺമണി, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കണു, നിന്നെപ്പോലെ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ നാട് എന്നെ നന്നായിനെ, ശരി, ഞാൻ എന്തായാലും കൺമണിക്ക് വേണ്ടിയിട്ട് മാനസയോട് സോറി പറയാം, പക്ഷേ അതിന് പകരം നീ എനിക്ക് എന്ത് തരും എന്ന് ചോദിക്കുകയാണ് കൺമണിയോട് കൃഷി. അപ്പോൾ കൺമണി കൃഷിനോട് ചോദിക്കുകയാണ്, സാറിനിപ്പോൾ എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ കൃഷി കൺമണിയുടെ അടുത്ത് നിന്ന് പറയുകയാണ്, മുത്തുഗൗ എന്ന്. ഇത് കേൾക്കുന്ന കൺമണി ഞെട്ടിക്കൊണ്ട്, സാർ ഇതെന്താ പറയുന്നത്, ഇത് ഓഫീസല്ലേ, സാർ എന്താ കരുതിയേ എന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നിൽക്കുകയാണ്. അപ്പോൾ കൃഷി പറയുന്നത്,
ശരി, എങ്കിൽ ഞാൻ സോറി പറയുന്നില്ല എന്ന് പറയുമ്പോൾ കൺമണി എന്താ സാർ ഇതെന്ന് കൃഷിനോട് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷി പറയുകയാണ്, അതൊന്നും എനിക്കറിയില്ല, മുത്തുകൾ തന്നാലേ ഞാൻ സോറി പറയൂ എന്ന് പറയുന്നു. അപ്പോൾ കൺമണി പറയുകയാണ്, കഷ്ടമുണ്ട് സാർ ഇതൊക്കെ എന്ന് പറയുന്നു. അപ്പോൾ കൃഷി പറയുകയാണ്, ഇതിനൊക്കെ കുറച്ച് കഷ്ടപ്പെടണം എന്ന് പറഞ്ഞിട്ട് കൃഷി ഉമ്മ വെക്കാൻ വേണ്ടിയിട്ട് കൃഷിൻ്റെ കവിള് കൺമണിക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കണ്ണടച്ചുകൊണ്ട് കൃഷി താ എന്ന് കൺമണിയോട് പറയുകയാണ്. കൺമണി അപ്പോൾ ചുറ്റും നോക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൃഷിൻ്റെ കവിളിൽ ഉമ്മ കൊടുക്കുകയാണ്. ഇതോടെ കൃഷിന് വളരെ സന്തോഷമാവുകയാണ്. അപ്പോൾ തന്നെ കൃഷി വേഗം കൺമണിയുടെ 2 കവിളും പിടിച്ചിട്ട് കൺമണിയുടെ കവിളിൽ ഉമ്മ കൊടുക്കുന്നു. എന്നിട്ട് ചിരിച്ചുകൊണ്ട് കൃഷി പോവുകയാണ്. കൺമണിക്കാണെങ്കിൽ ആകപ്പാടെ നാണം വരുന്നുണ്ട്. അതിനുശേഷം മാനസ കഴിഞ്ഞുപോയ ഓരോ സംഭവങ്ങൾ ഓർത്തെടുക്കുകയാണ്. കൃഷിൻ്റെ വീട്ടിൽ വെച്ച് കൃഷി കൺമണിയെ ഉമ്മ വെക്കുന്നതും കൃഷി കെട്ടിയ താലി കൺമണി കാണിക്കുന്നതുമെല്ലാം മാനസ ഓർക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് കൃഷി മാനസയോട് എല്ലാത്തിനും സോറി പറയാനായിട്ട് അങ്ങോട്ട് വരുന്നത്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.